യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ആർക്കും കഴിയില്ല. സ്വത്രം എന്തെല്ലാം വസ്ത്രമം മരണത്തെ മുഖാമുഖം കണ്ടു, രോഗത്തിനവസ്ഥയുടെ കടന്നുപോയി, നിന്നകൾ കൊടുങ്കാറ്റൂടെ ആഞ്ഞടിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. നീ എങ്ങനെ മുൻപോട്ട് ചിന്തിച്ച സമയം ഉണ്ടായിരുന്നു. എങ്കിലും വേദപുസ്തകം താഴെ വച്ചില്ല. ആ സമയത്ത് പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തിരുന്നു. ചില നിമിഷങ്ങൾ മണിക്കൂർ ദിവസം കഴിയുമ്പോ അതെല്ലാം ഒന്നൊന്നായി കർത്താവ് മറുപടി. അവിടെ ഞങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞില്ല, അവിടെ ഞങ്ങൾ പ്രാർത്ഥന കുറച്ചില്ല. വസ്ത്രം വരുന്തോറും ഈ പോലെ ആഞ്ഞടിക്കുന്തോറും പ്രാർത്ഥന കാക്ക കൂട്ടിക്കൊണ്ടിരുന്നു. കുടുംബമേ, ഓ ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നു. നിങ്ങൾ യേശുവിനെ അറിഞ്ഞ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ മാത്രമേ നിങ്ങൾ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. കലാഗ്രഹങ്ങളുള്ള ഒരു വിഷയത്തിലല്ലേ നിങ്ങൾ ആയിരിക്കുന്നത്. അമ്മേ, അതിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കേ. യേശു ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ മാനിച്ചിരിക്കും. നിങ്ങളെ ബന്ധങ്ങളെ കർത്താവ് അഴിക്കും. അപ്പൊ നിങ്ങളെ ബന്ധങ്ങളെ പുറത്തു കൊണ്ടുവരും, സാക്ഷിയായി പുറത്തു കൊണ്ടുവരും. വിളിച്ചു നിൽക്കുക, അവൻ മാത്രമാണ് ഏക രക്ഷകൻ, മറ്റൊരുത്തന് രക്ഷയില്ല. മറ്റൊരു ദൈവത്തിനും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിലും ഏക മാർഗം, ഏക നാമം കർത്താവായ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഞങ്ങളെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് യേശുവിന്റെ അടുക്കൽ വരിക, യേശുവിനെ സ്വീകരിക്കുക. യേശു എത്ര നല്ലവൻ. ലോകത്ത് വന്ന ദൈവമാണ്. ഇത് കെട്ടുകഥയൊന്നുമല്ല, ഇത് കിണവിക്കഥയൊന്നുമല്ല. വന്നതിന്റെ ആയിരക്കണക്കിന് തെളിവ് ഇസ്രായേൽ ദേശത്തും പല യൂണിവേഴ്സിറ്റികളുമേ യേശു വന്നതും പോയതും ഒക്കെ കൃത്യമായി ലഭിക്കും. നമുക്കറിയാം, ഒന്നാമത്തെ തെളിവ് തന്നെ അതിൽ നമ്മുടെ കലണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങും, ക്രിസ്തു വർഷം. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? ക്രിസ്തു വർഷം പഠിക്കുന്നില്ല, നോക്കറിയാം. ക്രിസ്തു വർഷം കലണ്ടർ തുടങ്ങുന്നത് ക്രിസ്തു വർഷം. അപ്പൊ റിയലി അവിടെ നമ്മുടെ മലയാളത്തിൽ പഠിക്കുന്ന ക്രിസ്തു വർഷം 2026 വർഷം. അതാ ക്രിസ്തു വന്നെന്നുള്ള ഉറപ്പ്. അങ്ങനെയുള്ള ഒരു യേശുവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈ കൊടാലി എറിഞ്ഞതും ആ എറിഞ്ഞതും കഴിവുണ്ടാകും നിലനിൽക്കുകയാകുമ്പോൾ ഭാഗത്തിന് വലിയ ഐതിഹ്യജ്ഞനായ ഞങ്ങൾ വേറെ സൂക്ഷിച്ച് പറയുന്നില്ല, നിങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ്. അവരുടെ അറിവില്ലാതെങ്കിലും ചിരനെ യേശുവിടുക്കൽ വന്ന് തിരിച്ചറിയണം. അതെല്ലാം മിഥ്യാമൂർത്തികളാണ്. ആമേ, അതൊന്നും ദൈവങ്ങളല്ല, ദേവതകളാണ്. ദൈവങ്ങളല്ല, പിന്നെന്താണ്? ദേവത അർത്ഥം വേറെ ഞാൻ പറയുന്നില്ല. അതൊക്കെ ദേവതകളാണ്. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒറ്റ ദൈവമുണ്ട്. ദൈവങ്ങളുടെ പട്ടിക നമ്മുടെ ദൈവം വരത്തില്ല. ദൈവങ്ങളുടെ പട്ടിക നമ്മുടെ വരത്തില്ല. ദൈവം ഒളിയമാണ്. ഞാനാവുന്നവൻ ഞാനാവുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുന്നു. ആകാശത്തെ ഭൂമിയെ സമുദ്ര സകലത്തെ നിർമ്മിച്ചെന്നാൽ ആ യേശുവിനെ മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ സംഭവിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെതായ 7 വാക്യം വായിക്കട്ടെ. അതെ ദൈവമക്കളെ, എന്ത് വന്നാലും ദൈവം പറഞ്ഞു എന്റെ കൃപ. നമ്മുടെ ഏത് സാഹചര്യത്തിലും നാം ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ദൈവത്തിന്റെ താങ്ങുന്ന കരം നമ്മുടെ അടുക്കൽ വരും. യേശു നമ്മുടെ അടുക്കൽ വരും. ആമേൻ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് ലോകത്തിലുണ്ട്. സഭയെ നയിക്കുവാൻ ആത്മാവ് നമ്മെ സഹായിക്കും. നമുക്കൊരു ടെൻഷൻ വേണ്ട ഒരു കാര്യമില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഈ യേശു നമ്മുടെ വരുന്നെങ്കിൽ യേശു നമ്മൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മറ്റേതെങ്കിലും ഒരു ദൈവത്തെ എന്തെങ്കിലും വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അപ്പൊ തന്നെ ഒരു ലിസ്റ്റ് അങ്ങ് തരും.
അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാമേ